ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂരിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാള പഴുക്കരയിൽ അതിഥി തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. ഒറീസ സ്വദേശി 32 വയസ്സുള്ള ലഭന്യ ഗൌഡാണ് മരിച്ചത്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാള മേഖലാ സമ്മേളനം നടന്നു. CADCO പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മതത്തിനും ജാതിക്കും വർഗീയ നിലപാടുകൾക്കും അതീതമായി മതനിരപേക്ഷ മനസ്സാണ് ഇന്ത്യയുടെ സൗന്ദര്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. നമുക്ക് സ്വാതന്ത്ര്യവും പരമാധികാരവും നേടിത്തന്ന മഹാത്മാക്കളുടെ പാത പിന്തുടർന്ന് സത്യത്തിനും നീതിക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങളായ നാം നമുക്ക് വേണ്ടി സംവിധാനം ചെയ്ത് സമർപ്പിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായ ഇന്ത്യയുടെ ഭരണഘടന. അത് നമ്മുടെ ജീവശ്വാസമാണ്. ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഫെഡറൽ സംവിധാനം തകർന്നാൽ ഇന്ത്യ തകരും. അതുകൊണ്ട് തന്നെ ഫെഡറൽ സംവിധാനത്തെ ശാക്തീകരിക്കുകയല്ലാതെ തകർക്കുവാൻ ആരെയും അനുവദിച്ചുകൂടാ. ഇന്ത്യയുടെ ആത്മാവിനെ ഭരണഘടനയിൽ കണ്ടെത്താൻ നമുക്ക് കഴിയും. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കീഴിലായി ഒന്നാമൻ മുതൽ അവസാനത്തെ ആൾ വരെ എല്ലാവരും ആരും ഭരണഘടനയ്ക്ക് അതീതരല്ല. ഈ കാലഘട്ടത്തിലേറെ പ്രസക്തമായ ഭരണഘടനയുടെ ആമുഖത്തിലെ 2 സവിശേഷ പദങ്ങളാണ് മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെയാണ് ആ 2 സുപ്രധാനമായ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. രാവിലെ സ്റ്റേഡിയത്തിൽ എത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെ 25 പ്ലാറ്റൂണുകളും 3 ബ്ലാൻഡ് പ്ലാറ്റൂണുകളും പരേഡിൽ അണിനിരന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മെമന്റോ സമ്മാനിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് HSS സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനങ്ങൾ ആലപിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G. അജയ്കുമാർ പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ PV ശിവശങ്കരനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, സിറ്റി ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ, മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. മാള പഴുക്കരയിൽ അതിഥി തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. ഒറീസ സ്വദേശി 32 വയസ്സുള്ള ലഭന്യ ഗൌഡാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് സംഭവം. പഴുക്കരയിലെ ഓട്ട് കമ്പനിയുടെ തൊഴിലാളി ലാഭന്യ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ ബൾബ് മാറ്റുന്നതിനിടെ ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഉടൻ തന്നെ സഹപ്രവർത്തകർ ഇയാളെ ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മാള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാള മേഖലാ സമ്മേളനം നടന്നു. CADCO പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സംഘടന രൂപീകരിച്ചുകൊണ്ട് സംഘടന രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? നമ്മുടെ ഈ മേഖലയിലേക്ക് സ്വർഗം രീതിയിൽ പലരും വന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ കമ്പനി, കേരളത്തിലാണെങ്കിൽ അന്ന് ഏഷ്യാനെറ്റ് കേബിൾ TV പോലുള്ള കമ്പനികൾ വൈദ്യുതി പോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് മുൻകൈ മാത്രമല്ല, അവർക്ക് മാത്രമായിട്ട് ആ ഗവൺമെന്റ് ഓർഡർ അവർക്ക് മാത്രമായിട്ട് മാറ്റുന്നു. അവർക്ക് മുമ്പിൽ മത്സരിക്കാൻ പറ്റുന്നു. സാങ്കേതികമായിട്ടും മറ്റു രീതിയിലും മത്സരിക്കാൻ ചെറുകിട ഓപ്പറേറ്റർമാർക്ക് പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലയിലെ ആളുകൾ കൂടിച്ചേരാൻ തുടങ്ങിയത്, കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും നമുക്ക് മുമ്പിലുണ്ടായിരുന്ന
അവസ്ഥയാണ്. അവിടെയാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പ്രധാന ചോദ്യം. ഒന്നുകിൽ നമുക്ക് ഇത്തരം വലിയ കമ്പനികളുടെ ഫ്രാഞ്ചൈസികളായി നിന്നുകൊണ്ട് അവർക്ക് പരിസ്ഥിതിയൊക്കെ പിരിച്ചു കൊടുത്ത് അതിൻ്റെ വിഹിതവും പറ്റുന്ന മറ്റ് അവകാശങ്ങളൊന്നുമില്ലാത്ത ആളുകളായി തുടരണോ, അതല്ല ഈ മേഖലയിൽ ഒരു ബദൽ രൂപീകരിച്ച് മുന്നോട്ട് പോകണമെന്നായിരുന്നു അന്നത്തെ പ്രധാന ചർച്ച. COA മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ അധ്യക്ഷത വഹിച്ചു. COA തൃശൂർ ജില്ലാ സെക്രട്ടറി P ആന്റണി, മാള മേഖലാ സെക്രട്ടറി CP പ്രദീപ്, ട്രഷറർ PS തുഷാരൻ, KCCL MD PP സുരേഷ് കുമാർ, ജിജോ ജോസഫ്, MB രാജു, PL ജോണി, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PS സുബിതൻ, സെക്രട്ടറി CP പ്രദീപ്, വൈസ് പ്രസിഡന്റ് ജിജോ ജോസഫ്, ജോയിന്റ് സെക്രട്ടറി PM സുമേഷ്, ട്രഷറർ MB രാജു എന്നിവരെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രത്തിന്റെ ആധാരശിലയാണെന്നും ജനങ്ങൾക്കായി നിർമ്മിച്ച ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്നും ഹൈക്കോടതി മുൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം പറഞ്ഞു. MES തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന സമകാലീന വെല്ലുവിളികൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്നുള്ളതുമാണ് മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില വശങ്ങൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നമ്മളൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്ന കാലഘട്ടത്തിൽ സ്കൂളുകളിൽ സാമൂഹ്യ പാഠത്തിൽ പഠിക്കുന്ന ഒരു അടിസ്ഥാന ചരിത്രമുണ്ട്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ആരാണ് കണ്ടുപിടിച്ചതെന്ന് നമ്മൾ ആരും പഠിച്ചിട്ടില്ല. ഇന്ത്യയെ ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോഴും ഉത്തരവില്ല. അതൊരു പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇന്ത്യയെ ആരാണ് കണ്ടുപിടിച്ചത്, ഇന്ത്യയെ ആരും കണ്ടുപിടിച്ചതല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ രണ്ട് വസ്തുതകൾ അതിലടങ്ങിയിട്ടുണ്ട്. ഒന്ന്, പരമ്പരാഗതമായി മാനവ കുലത്തിന്റെ ഉൽപ്പത്തിയുടെ കാലം മുതൽ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശം. MES ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു. മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, KK കുഞ്ഞുമൊയ്തീൻ, KM അബ്ദുൾ സലാം, അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, VM ഷൈൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ഭാരവാഹികൾ, സ്കൂൾ ഭാരവാഹികൾ, യൂത്ത് വിംഗ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ദേശീയപാത പേരാമ്പ്രയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മധ്യവയസ്കൻ കാറിടിച്ചു മരിച്ചു. പേരാമ്പ്ര കോമ്പാത്ത് 58 വയസ്സുള്ള ഭാസ്കരനാണ് മരിച്ചത്. അപ്പോളോ ടയേഴ്സ് തൊഴിലാളിയായ ഭാസ്കരൻ ജോലിക്ക് പോകുന്നതിനിടെ ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം. CPM തൃശൂർ ബ്രാഞ്ച് അംഗമായിരുന്നു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ 1975-76 SLC ബാച്ചിന്റെ സുവർണ ജൂബിലി സംഗമം നടന്നു. പ്രധാന അധ്യാപിക US ജയലക്ഷ്മി സംഗമം ഉദ്ഘാടനം ചെയ്തു. 50 വർഷത്തിനു ശേഷം നടന്ന ഒത്തുചേരലിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സ്നേഹം പങ്കിട്ടു. MG മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. TL തോമസ് സ്പോർട്സ് കിറ്റിനുള്ള സഹായധനം കൈമാറി. ചടങ്ങിലെത്തിയ ബാച്ചിലെ അധ്യാപകരായിരുന്ന അച്യുതൻ, സതി, സണ്ണി, ആൻഡോ, പത്മാവതി, ലക്ഷ്മിക്കുട്ടി, സതി എന്നിവരെ ആദരിച്ചു. തുടർന്ന് TL തോമസ് സ്പോർട്സ് കിറ്റിനുള്ള സഹായധനം കൈമാറി. കൃഷ്ണകുമാർ, PI ശശി, ശോഭ, നയന എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ ശ്രീ സായി വിദ്യാഭവനിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ബാബാ സായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ സ്കൂൾ അങ്കണത്തിൽ പതാക ഉയർത്തി. മതിലകം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റിപ്പബ്ലിക് ദിന റാലി മതിലകം SHO വിമോദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തുറന്ന ജീപ്പിൽ മഹാത്മാഗാന്ധിയും ഭാരതാംബയും, അംബേദ്കറും കുതിരപ്പുറത്തേറി ഝാൻസി റാണിയും സ്കൂൾ ബാൻഡ് മേളത്തിനൊപ്പം ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, വേലുത്തമ്പി ദളവ, കുഞ്ഞാലി മരക്കാർ, പഴശ്ശിരാജ, ആനി ബസന്റ്, ക്യാപ്റ്റൻ ലക്ഷ്മി തുടങ്ങിയ ദേശാഭിമാനികളുടെ വേഷമണിഞ്ഞ കുട്ടികളും വിവിധ സംസ്ഥാനങ്ങളുടെ പരമ്പരാഗത വേഷം ധരിച്ച വിദ്യാർത്ഥികളും നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെയും പ്രതീകമായി അണിനിരന്നു.
സത്യധർമ്മ, ശാന്തി, പ്രേമ എന്നീ 4 ഹൗസുകളുടെ ജേഴ്സി ധരിച്ച കുട്ടികളോടൊപ്പം അണിനിരന്ന മാസ് ഡ്രിൽ റാലിയുടെ മാറ്റുകൂട്ടി. സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി, ബാബ സായി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ബി മേനോൻ, സിഇഒ വിഷ്ണു സായി മേനോൻ, പ്രിൻസിപ്പൽ സിജി സിജേഷ്, വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ, PTA പ്രസിഡന്റ് ടി ജയകുമാർ, ഡയറക്ടർ ബോർഡ് മെമ്പർ NV ഷാജി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. മാമ്പ്ര ഇസ്ലാമിക് റിലീഫ് സെന്റർ റിപ്പബ്ലിക് ദിനാഘോഷവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കുടിയൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ ഇപ്പോൾ പണത്തിന് പുറകെ പോകുന്നവരും അതിന് മുകളിൽ പറക്കുന്നവരും മാത്രമാണുള്ളത്. പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടും അന്യന്റെ സുഖദുഃഖങ്ങളും അറിയുവാനൊന്നും അവർക്ക് നേരമില്ലാത്ത ഈ സാഹചര്യത്തിൽ 31 വർഷക്കാലമായിട്ട് വളരെ മാതൃകപരമായ രീതിയിൽ അന്യന്റെ വിശപ്പും മറ്റുള്ളവന്റെ കഷ്ടപ്പാടും രോഗത്തിലും സുഖത്തിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ രോഗശൈലിയിലും അവരെ സഹായിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ മറ്റുള്ള ചെലവുകൾക്കും എല്ലാത്തിനും നമ്മുടെ മാമ്പ്ര IRCയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി അവരുടെ ഇപ്പം നിലവിൽ കാണുന്നതെല്ലാം നമുക്ക് എല്ലാവർക്കും ക്യാൻസർ രോഗം, കിഡ്നി രോഗം, അതുമാതിരി തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളെല്ലാം കഷ്ടപ്പെടുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മൾ ഇരിക്കുന്നവർക്കും എനിക്കടക്കം ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ കോവിഡിൻ്റെ മഹാമാരി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പെടുമരണം സംഭവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നത്. SK അസീസ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി DYSP VK രാജു, ജനാബ് സുനീർ മിസ്ബാഹി, ബാൽക്കിസ് സലാം, MB ഹംസ, NA അജിത് ഷാ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ IRC മെമ്പർമാരുടെ മക്കൾക്ക് ആദരവ് നൽകി. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ റിപ്പബ്ലിക് ദിനവും ഗ്രാൻഡ് പാരന്റ്സ് ദിനവും സംയുക്തമായി ആഘോഷിച്ചു. SN മിഷൻ ചെയർമാൻ ED ദിവാകരൻ പതാക ഉയർത്തി. തുടർന്ന് കുട്ടികളുടെ മാസ് ഡ്രിൽ നടന്നു. വാർഡ് കൗൺസിലർ ചൈതന്യ ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ദീപക് സത്യബാലൻ, SN മിഷൻ ജോയിന്റ് സെക്രട്ടറി NP കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഷൈനി KG, വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ P മേനോൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഗ്രാൻഡ് പാരന്റ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ കുട്ടികൾ ഗ്രാൻഡ് പാരന്റ്സിനെ പൂക്കൾ നൽകി സ്വാഗതം ചെയ്തു. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായുള്ള അക്ഷര കരോളിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. പുല്ലൂറ്റ് AKG ഗ്രാമീണ വായനശാലയിൽ നടന്ന ചടങ്ങിൽ PS ജയകൃഷ്ണന് പതാക കൈമാറിക്കൊണ്ട് ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി M രാജേഷ് അക്ഷര കരോളിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ PN രാമദാസ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS ജയൻ, MV സുധീർ, PM ഗോപി എന്നിവർ സംസാരിച്ചു. മാളാപ്പൂപ്പത്തി ചുള്ളൂർ മണിയത്തുകാവ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. 1-ാം ദിവസം സൂതശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, പരീക്ഷത്തിന്റെ ജനനം, പാണ്ഡവ സ്വർഗാരോഹണം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. സജീവ് മംഗലത്താണ് യജ്ഞാചാര്യൻ. സുനിത സുരേഷാണ് സഹ ആചാര്യ. ഫെബ്രുവരി 1 വരെയാണ് സപ്താഹ യജ്ഞം നടക്കുന്നത്. സപ്താഹ ചടങ്ങിനോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദനം ചാർത്തൽ ചടങ്ങും ആരംഭിച്ചു. ഫെബ്രുവരി 4 വരെയാണ് ചന്ദനം ചാർത്തൽ. ഭഗവാനന്ദ തം നിർവൃതോ നിയതാർത്ഥോപജീത സംസാരഹേതു പരമക്ഷേത്ര കസ്താം ത്വനാകൃത്യപരാണു ചിന്താമൃതേ പശൂന സതീം നാമയുഞ്ജ പശ്യൻ ജനം പതിതം വൈതരണ്യം സ്വകർമ്മജാൻ പരിതാപാഞ്ജുഷാണാം. KKTM സീഡ്സ് കുടുംബ സംഗമവും റോഡ് സുരക്ഷാ പദ്ധതിയുടെ ആരംഭവും മുൻ DGP ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് തയ്യൽ മെഷീൻ വിതരണം, എൻഡോമെന്റ് വിതരണം, വാട്ടർ ഹീറ്റർ സംഭാവന, പകൽ വീട്ടിലെ വയോജനങ്ങൾക്ക് അന്നദാനം, ചികിത്സാ ധനസഹായ വിതരണം എന്നിവ സംഘടിപ്പിച്ചു. റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി KKTM ഗവൺമെന്റ് കോളേജിലെ NSS വളണ്ടിയർമാർ റോഡ് സുരക്ഷാ സന്ദേശമുള്ള ടീഷർട്ടുകൾ വിതരണം ചെയ്തു.
കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO അരുൺ BK, ട്രാഫിക് പോലീസ് ഓഫീസർ തോമസ് MJ എന്നിവരെ ആദരിച്ചു. സീഡ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VA റംലത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മേരി മെറ്റിൽഡ, ഡോക്ടർ വിജയമോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KKTM ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമിള, കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ TK നാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ. തൃശൂരിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാള പഴുക്കരയിൽ അതിഥി തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. ഒറീസ സ്വദേശി 32 വയസ്സുള്ള ലഭന്യ ഗൌഡാണ് മരിച്ചത്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാള മേഖലാ സമ്മേളനം നടന്നു. CADZO പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.